എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം, ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് 6-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം നോക്കാം. അതിനു മുമ്പ് 5, 6, 7 അതായത് 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ വിരാട് സ്വരൂപത്തിൻ്റെ ഓരോരോ അംശങ്ങളിൽ ഏതേത് ദേവന്മാരിയ്ക്കുന്നുവെന്നും ഏതേത് അംശങ്ങളിൽ ഏതേത് ദേവന്മാരാണ് സ്ഥിതി ചെയ്യുന്നതെന്നും പറഞ്ഞു. നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. അതായത് 1-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ഉള്ളംകാലിൽ പാതാളം, പുറംകാലിൽ രസാതലം, കാലിൻ്റെ നെരിയാണികളാകട്ടെ മഹാതലം എന്ന് പറയുന്നു. അതുപോലെ തന്നെ കാൽവണ്ണകൾ, തലാതലം, ഇതെല്ലാം അടിയിൽ നിന്ന് മുകളിലേക്കാണ്. ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. നമ്മളൊരു ഇനി വിരാട് പുരുഷനെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ ആ വിശ്വരൂപം ധ്യാനിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓർത്താൽ മതി. കാൽവണ്ണകൾ തലാതലം, കാൽമുട്ടുകൾ സുതലം, 2 തുടകളും വിതലം അതലം എന്ന് പറഞ്ഞു. അരക്കെട്ട് ഭൂലോകമാണ്, നാഭി ആകാശമാണ്. നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിളാണ് ആ പ്രദേശം. ഇനി മാറിടം വരുമ്പോഴേക്കും സ്വർഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാം ശ്ലോകത്തിലെ കഴുത്ത് മഹർലോകമാണ്, മുഖം ജനലോകമാണ്, പാലം നെറ്റിത്തടം തപോലോകം, ശിരസ്സാകട്ടെ സത്യലോകം, അതിനെ ബ്രഹ്മലോകം എന്ന് പറയും. ഈ സത്യലോകം അതായത് ശിരസിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രഹ്മരന്ധ്രപദം ഛന്ദസ്സുകളാണ്, വേദങ്ങളാണ്. തലമുടി മനോഹരമായ തലമുടി മേഘങ്ങളാണ്. നമ്മൾ വിരാട് പുരുഷൻ്റെ ആ രൂപം ധ്യാനിക്കുമ്പോൾ തലമുടി മേഘങ്ങളാണെന്ന് വിചാരിക്കുക. പുരികക്കൊടി ബ്രഹ്മാവിൻ്റെ ഗേഹമാണ്, ദ്രുഹിണസി ഗേഹം എന്ന് പറഞ്ഞു. പുരികക്കൊടി അനങ്ങുമ്പോൾ സൃഷ്ടി നടക്കും. അതുപോലെ തന്നെ കൺപോളകൾ രാത്രിയും ദിവസവുമാണ്, പകലും രാത്രിയും പകലുമാണ്. നേത്രങ്ങൾ സൂര്യനാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഒന്ന് കടാക്ഷിക്കുമ്പോൾ അവിടുത്തെ ആ കടാക്ഷങ്ങൾ കൊണ്ട് സൃഷ്ടികൾ നടക്കുന്നു. പ്രപഞ്ചത്തിലെ ഓരോ ചെറുതും വലുതുമായ സകല സൃഷ്ടികളും നടക്കുന്നു. ചെവികൾ ദിക്കുകളായിട്ട് പറഞ്ഞിരിക്കുന്നു. നാസാദ്വാരങ്ങളാകട്ടെ അശ്വിനി ദേവകളാണ്. അവിടുത്തെ അധരോഷ്ടങ്ങൾ അതായത് കീഴ്ചുണ്ടും മേൽചുണ്ടും ലോഭവും അതായത് ത്രപ ലജ്ജയുമാകുന്നു. പല്ലുകൾ നക്ഷത്രക്കൂട്ടങ്ങളാകുന്നു. അതുപോലെ തന്നെ ദംഷ്ട്രകൾ യമദേവനുമാകുന്നു. 6-ാമത്തെ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ പുജിരി മായയാകുന്നു. അവിടുത്തെ ശ്വാസോച്ഛ്വാസം കാറ്റ് അതായത് പ്രാണൻ ആകുന്നു. ആ പ്രാണൻ അവിടുത്തെ പ്രാണൻ എന്ന് പറയുന്നത് കാറ്റാകുന്നു. പ്രപഞ്ചത്തിലെ നാക്ക് ജലമാണ്, വാക്ക് പറവകളാകുന്നു. അതുപോലെ തന്നെ സ്വരഗണങ്ങൾ സിദ്ധാദികളാണ്, വായ അഗ്നിയാണ്, കൈകൾ ദേവന്മാരും, സ്ഥനദ്വയം ധർമ്മദേവനുമാകുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് അവിടുത്തെ പുറം പൃഷ്ടന്ധ്വധർമ്മ മഹദേവ എന്ന് പറഞ്ഞില്ലേ. പൃഷ്ടം പുറം അധർമ്മമാണ്, മനസ്സ് ചന്ദ്രനാകുന്നു. അവിടുത്തെ ഹൃദയമാകുന്ന അംബുജം അവ്യക്തം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ കാരണം ആ പ്രളയകാലത്തെ അതേ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഉദരം എന്ന് പറയുന്നത് അതായത് അവിടുത്തെ വയറ് സമുദ്രങ്ങളാകുന്നു. അതുപോലെ തന്നെ ഉദരം വയറിനകമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രളയകാലത്ത് ഈ ജീവികളെല്ലാം പോയി കിടന്നത് ജഠരത്തിലാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതുകൊണ്ടാണ് ഉദരം സമുദ്രമാണ്. ആ സമുദ്രത്തിൽ മുങ്ങിക്കിടന്നു എന്ന് നമുക്ക് വിചാരിക്കാം. വസനം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്, സന്ധ്യകളാകുന്നു 2 സന്ധ്യകൾ. ശേഫം ജനനേന്ദ്രിയമാകുന്നു. പ്രജാപതി ആണ് ആ ജനനേന്ദ്രിയം എന്ന് പറയുന്നത്. വൃഷണവും മിത്രൻ സൂര്യനാകുന്നു വൃഷണങ്ങൾ. അതുപോലെ തന്നെ ഇനി നമുക്കിന്ന് 8-ാമത്തെ ശ്ലോകം നോക്കാം. 8-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. വായിക്കാം ആദ്യം തന്നെ. 8-ാമത്തെ ശ്ലോകത്തിൽ ശ്രോണിസ്ഥലം മൃഗഗണ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തുകാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേതേ. ശ്രോണിസ്ഥലം മൃഗഗണ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനന്തുകാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേതേ. തേ ശ്രോണിസ്ഥലം എന്ന് പറഞ്ഞാൽ ശ്രോണി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ അരക്കെട്ടിൻ്റെ പിൻഭാഗമാണ്, പുറവശമാണ്. തേ അവിടുത്തെ ശ്രോണിസ്ഥലം അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗഗണങ്ങൾ. വാക്കുകൾ പിരിച്ചു പറഞ്ഞില്ലല്ലേ, അത് പറയാം കേട്ടോ. അപ്പോൾ നോക്കുക, ശ്രോണിസ്ഥലം ശ്രോണി സ്ഥലം. അതുപോലെ മൃഗഗണ മൃഗഗണാഹ
പതയോ ഹോ നഖാഹ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഹ. ഹസ്തി ഉഷ്ട്രം സൈന്ധവം മുഖാഹ. ഗമനം തു കാലഃ. ഹേ കരുണാംബുധേ തേ വദനാബ്ജ ബാഹു ചാരൂരുയുഗ്മചരണം വിപ്രാതി വർണ്ണഭവനം. അതുപോലെ വിപ്ര ആദി വർണ്ണഭവനം. വദന അബ്ജ ബാഹു ചാരു ഊരു യുഗ്മ ചരണം. കരുണാ അംബുധേ. കരുണാംബുധേ. നമുക്ക് നോക്കാം. കരുണ അംബുധി. അംബുധേ എന്ന് വിളിച്ചിരിക്കുന്ന അംബുധി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. കരുണാംബുധേ എന്ന് വിളിച്ചാലോ? ഹേ കരുണാംബുധേ കരുണാസമുദ്രമേ ദയാസമുദ്രമേ. അവിടുത്തെ ശ്രോണിസ്ഥലം. ശ്രോണിസ്ഥലം അവിടുത്തെ അരക്കെട്ട്. അരക്കെട്ടിൻ്റെ പിൻഭാഗം. മൃഗഗണാഹ മൃഗങ്ങളുടെ കൂട്ടമാണ്. അതുപോലെ തന്നെ അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗഗണങ്ങളാണ്. പതയോർ നഖാസ്തേ. പതയോർ നഖാസ്തേ എന്ന് പറഞ്ഞാൽ പാദത്തിൻ്റെ ആ നഖങ്ങൾ. നഖങ്ങൾ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഹ. ഇനി ഹസ്തി ഉഷ്ട്രം സൈന്ധവം. ഹസ്തി എന്ന് പറഞ്ഞാൽ ആന, ഒട്ടകം. ഉഷ്ട്രം ഒട്ടകമാണ്. ഉഷ്ട്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒട്ടകം, സംസ്കൃത വാക്കാണ്. അതിന് ഹിന്ദിയിലാവുമ്പോൾ ഊണ്ടെന്ന് പറയും അല്ലേ, ഒട്ടകം മലയാളത്തിൽ. സൈന്ധവം കുതിരയാണ്. ഇവ നല്ല ശക്തിയുള്ള മൃഗങ്ങളാണ്. അവിടുത്തെ പൃഷ്ഠഭാഗത്തിൻ്റെ അതായത് അരക്കെട്ടിൻ്റെ പുറകുവശം മൃഗങ്ങളുടെ കൂട്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാദങ്ങളിലെ നഖങ്ങളാണ് ഈ ശക്തിയുള്ള ആന, ഒട്ടകം, കുതിര മുതലായ മൃഗങ്ങൾ. ഇവ പാദത്തിലെ നഖങ്ങളാകുന്നു. അപ്പോൾ നമ്മളിനി ഈ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ വിചാരിക്കേണ്ടത് എന്താണ്? അവിടുത്തെ വിരാട് പുരുഷൻ്റെ പാദത്തിലെ നഖങ്ങളാണ് എന്ന് വിചാരിക്കണം. ഗമനന്തു കാലഹ. കാലം അനുസ്യൂതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം രാവിലെ എഴുന്നേറ്റ് 24 hours ഉണ്ടെങ്കിൽ സെക്കൻഡ്സ്, മിനിറ്റ്സ്, അവേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെ ഡേയ്സ്, ഇങ്ങനെ മന്ത്സ്, വീക്സ് കഴിഞ്ഞാണ് മന്ത്സ്, പിന്നെ ഇയേഴ്സ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിന് എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടോ? അതുപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. നമ്മൾ കിടന്നുറങ്ങുന്നു, ഉണരുന്നു, വീണ്ടും സൂര്യൻ അസ്തമിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു, ഉണരുന്നു, നമ്മൾ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റമില്ല. അതാണ് ഗമനം തു കാലഹ. അവിടുന്ന് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു മാറ്റമില്ല. ഈ ഗമനം തു കാലഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കാലത്തിൻ്റെ ഈ സഞ്ചാരം, അതാണ് കാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാലം, സഞ്ചാരം, അതായത് ഗമനം സഞ്ചാരമാണ്. ആ സഞ്ചാരത്തിനെ കാലം, ആ വിരാട് പുരുഷൻ്റെ സഞ്ചാരത്തിനെയാണ് കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. കാലം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം കാലം എന്ന് പറഞ്ഞാൽ. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കാനും പറഞ്ഞ് ഫലിപ്പിക്കാനും ഒരു പ്രയാസമുണ്ടല്ലേ. പിന്നെ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴാണ് നമുക്കറിയാം കാലം എന്ന് പറഞ്ഞാൽ ഭാവികാലം, വർത്തമാനകാലം, ഭൂതകാലം, ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ഇത് കഴിഞ്ഞു പോയ കാലം, വരാനുള്ള കാലം, ഇപ്പം നടക്കുന്ന കാലം, ഇങ്ങനെയൊക്കെ നമുക്കറിയാം. അതിൻ്റെ അതുപോലെ ഭേദങ്ങളും അറിയാം നമുക്ക്. ഇവിടെ അവിടുത്തെ സഞ്ചാരമാണ് ഇവിടെ കാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വിരാട് പുരുഷൻ്റെ, ആ വിരാട് സ്വരൂപനായ ആ ഭഗവാന്റെ ഗമനം, ആ സഞ്ചാരമാണ് കാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അനുസ്യൂതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, പ്രവഹിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിപ്രാതിവർണ്ണഭവനം, അതായത് വിപ്രാതിവർണ്ണഭവനം എന്ന് പറഞ്ഞാൽ വിപ്രൻ ബ്രാഹ്മണനാണ്. അതുപോലെ വിപ്രൻ ആദിയായ വർണ്ണം ഇവിടെ പഴയ കാലത്ത് ചാതുർവർണ്ണത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 4 വിധത്തിലുള്ള ജാതികളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അതുപോലെ വൈശ്യൻ, ശൂദ്രൻ. വിപ്രാതിവർണ്ണ ഭവനം അല്ലയോ, അത് ഹേ കരുണാംബുധേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അല്ലയോ ദയാസമുദ്രമേ, അവിടെ തുടകളും പാദങ്ങളും കൈകളും മുഖവും എല്ലാം ആ ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ബ്രാഹ്മണനെയാണ് വിപ്രൻ ബ്രാഹ്മണൻ, ബ്രാഹ്മണൻ കഴിഞ്ഞ് ക്ഷത്രിയൻ, ക്ഷത്രിയൻ കഴിഞ്ഞ് വൈശ്യൻ, അത് കഴിഞ്ഞ് ശൂദ്രൻ. നിങ്ങൾ കേൾക്കുന്നവർ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചാതുർവർണ്ണ്യവും അവരുടെ എല്ലാം. അത് അവരുടെ കർമ്മത്തെ അനുസരിച്ചാണ് അന്നത്തെ കാലത്ത് ഇവരെ തരംതിരിച്ചിരുന്നതല്ലേ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈ പുരുഷ സൂക്തം അനുസരിച്ച്
അത് മുഖത്തുനിന്ന് വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുമാണ് ബ്രാഹ്മണൻ ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ മുഖത്തു നിന്നുണ്ടായതാണ് ഈ ബ്രാഹ്മണൻ. അതായത് വദനാബ്ജത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണൻ ഭഗവാന്റെ മുഖത്തിൽ നിന്നും വന്നു. അതുപോലെ തന്നെ ക്ഷത്രിയൻ കൈകളിൽ നിന്നുണ്ടായി എന്നാണ് പുരുഷ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ക്ഷത്രിയൻ്റെ ജോലി എന്താണ്? ശരിക്കും ക്ഷത്രിയൻ നമുക്കറിയാം, യുദ്ധം ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്ഷത്രിയൻ എന്ന് പറഞ്ഞ് അത് തന്നെയാണ്. ക്ഷത്രിയന്മാർക്ക് മൂന്ന് ഭേദങ്ങളുണ്ട്. അതായത് പ്രശാസകവർഗം, രാജവർഗം, അതുപോലെ തന്നെ സൈനിക വർഗം. ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ക്ഷത്രിയന്. ആദ്യം ബ്രാഹ്മണനെ പറഞ്ഞിട്ട് പറയാം. ക്ഷത്രിയൻ്റെ ബ്രഹ്മജ്ഞാനമുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുക. ഋഗ്വേദം ഒഴികെയുള്ള എല്ലാ സംഹിതകളിലും പുരോഹിതൻ എന്ന അർത്ഥത്തിലും ഈ ബ്രാഹ്മണ ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഐതരേയ ബ്രാഹ്മണത്തിലാണെങ്കിൽ ആദായി, അതായത് ആദായി എന്ന് പറഞ്ഞാൽ ദാനം വാങ്ങുന്നവൻ എന്നാണ്. ആ പായി എന്ന് പറഞ്ഞാൽ സോമപാനം ചെയ്യുന്നവൻ എന്നും ഈ ബ്രാഹ്മണനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ 6 കർത്തവ്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് പഠനം, പാഠനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം. അത് ഈ ദാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊടുക്കുന്നത്. അവർ ദാനം വാങ്ങും. നമ്മൾ കീലകം മാഹാത്മ്യത്തിൽ കീലക സ്തോത്രം പഠിച്ചപ്പോൾ നമ്മൾ ദാനവും പ്രതിഗ്രഹവും നമ്മൾ പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും. അതായത് അങ്ങോട്ട് ദാനം എല്ലാം ദേവിയുടെ മുമ്പിൽ ദാനം ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ദേവിയിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് പ്രതിഗ്രഹം എന്ന് പറഞ്ഞത്, പ്രതിഗ്രാഹ്യം. അപ്പോൾ മഹാഭാരതത്തിലാണെങ്കിലും ബ്രാഹ്മണൻ ആരെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സത്യം, ദാനം, ക്ഷമാശീലം, ആനുശാസ്യം, തപോഘൃണ, ദൃശ്യന്തേ എത്ര രാജേന്ദ്ര സബ്രാഹ്മണ ഇതി സ്മൃത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സത്യം, ദാനം, ക്ഷമ, സത്സ്വഭാവം, ക്രൂരതയില്ലായ്മ, തപസ്, ദയ ഇവ ആരിൽ കാണപ്പെടുന്നുവോ അയാൾ ബ്രാഹ്മണനാണെന്നാണ് ഗണിക്കപ്പെടുന്നതെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ഈ ഭഗവാനെ ധ്യാനിക്കുന്നവനാണ് ശരിക്കും ബ്രാഹ്മണൻ അല്ലേ? അതായത് ഭഗവാന്റെ മുഖത്തു നിന്നാണ് ബ്രാഹ്മണൻ ഉണ്ടായത്. ഇനി ക്ഷത്രിയനാണെങ്കിലോ ശൗര്യം കൂടുതലായിരിക്കും, തേജസ് കൂടുതലായിരിക്കും അല്ലേ? ബാഹുക്കളിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ കൈകളിലുള്ള പരാക്രമം എല്ലാം ഈ ക്ഷത്രിയന് കാണും അല്ലേ? ഈ വൈശ്യരുടെ ജോലി എന്ന് പറഞ്ഞാൽ വൈശ്യൻ രജോഗുണം കൂടുതലുള്ളവരാണ്. അവർ വാണിജ്യം, കൃഷിയൊക്കെ ചെയ്യുകയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ധനം സമ്പാദിക്കുന്നവരാണ്. അവർക്ക് സത്വഗുണം കുറവായിരിക്കും, അതുപോലെ തന്നെ രജോഗുണം കൂടുതലുമായിരിക്കും വൈശ്യന്. ഇവരെ ഈ ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും വൈശ്യരുടെയും സേവ ചെയ്യുന്നവരാണ്, സേവാകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ശൂദ്രൻ. അവൻ തമോ ഗുണപ്രധാനിയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരിൽ തമോ ഗുണം കൂടുതലായിരിക്കും. ബ്രാഹ്മണരിൽ സത്വഗുണം കൂടുതലായിരിക്കും. ക്ഷത്രിയൻ്റെ കർമ്മങ്ങളനുസരിച്ച് വിരാട് പുരുഷൻ്റെ ബാഹുക്കളിൽ നിന്നാണ് ജനിച്ചത്. അതായത് വിരാട് പുരുഷൻ്റെ ഇത് പുരുഷ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മളിവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ആ വിരാട് പുരുഷൻ്റെ മുഖം എന്ന് പറയുന്ന മുഖത്തു നിന്ന് എന്ത് ജനിച്ചു? ബ്രാഹ്മണർ ജനിച്ചു. വിപ്രാതിവർണ്ണ ഭവനം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ മുഖത്തു നിന്ന് ബ്രാഹ്മണൻ ജനിച്ചു. കൈകളിൽ നിന്ന് ക്ഷത്രിയൻ ഉണ്ടായി. അതുപോലെ തന്നെ തുടകളിൽ നിന്നും വൈശ്യൻ, അതുപോലെ ഊരുക്കളിൽ നിന്നാണ് തുടകളിൽ നിന്ന് ശൂദ്രൻ. യുഗ്മചരണങ്ങളിൽ നിന്നും 2 കാലുകളിൽ നിന്നുമാണ്, പാദങ്ങളിൽ നിന്നാണ് ശൂദ്രൻ ഉണ്ടായത്. താഴോട്ടാണ് അവരുടെ സ്ഥാനം വന്നിരിക്കുന്നത്. ഏറ്റവും വർണ്ണത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം ബ്രാഹ്മണർക്കായിരുന്നു. ആ ബ്രാഹ്മണൻ ജനിച്ചിരിക്കുന്നത് വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന്. പിന്നീട് കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, അതുപോലെ ഉരുക്കളിൽ നിന്ന് അതായത് തുടകളിൽ നിന്ന് വൈശ്യനും, യുഗ്മചരണങ്ങളിൽ നിന്നും ശൂദ്രനും ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് പുരുഷ സൂക്തത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വിരാട് പുരുഷൻ്റെ മുഖത്തു നിന്നുമാണ് ബ്രാഹ്മണൻ ജനിച്ചതെന്ന്. നമുക്കിനി ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും എന്താണ് എന്ന് മനസ്സിലായല്ലോ. വിപ്രാതിവർണ്ണ ഭവനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 4 ജാതി വ്യവസ്ഥകളും അവരുടെ ആ ഉത്പത്തിയുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വദനാബ്ജ ബാഹുചാരൂരു യുഗ്മചരണം. വിപ്രാതിവർണ്ണ ഭവനം എന്നുദ്ദേശിക്കുന്നത് ഇവിടെ ഭവനം എന്നുദ്ദേശിച്ചത് വീടല്ല, ഭവിച്ചു, ഉണ്ടായി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ വിപ്രാതിവർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണാദി 4 ജാതികൾ, 4 വർണ്ണങ്ങൾ ഉണ്ടായത് എന്നാണ് ഭവനം എന്ന് പറഞ്ഞാൽ. ആ ഭഗവാന്റെ വദനാബ്ജത്തിൽ നിന്നാണ്, അതായത് വദനമാകുന്ന താമര,
ആ മുഖത്തിൽ നിന്നാണ്, മുഖാംബുജത്തു നിന്നാണ് ബ്രാഹ്മണൻ ഉണ്ടായത്. അതുപോലെ തന്നെ ബാഹുക്കൾ, കൈകളിൽ നിന്ന് ചാരൂരു ബാഹു യുഗ്മചരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാഹുക്കളിൽ നിന്ന് ആ ക്ഷത്രിയരുണ്ടായി, വൈശ്യന്മാർ ഊരുക്കളിൽ നിന്നും ഉണ്ടായി, അതുപോലെ തന്നെ ശൂദ്രൻ ആ യുഗ്മചരണങ്ങളിൽ നിന്നും ഉണ്ടായി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഉണ്ടായി. ഇതാണ് ഈ വിപ്രാതി വർണ്ണഭാവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ശ്ലോകം ഒന്നുകൂടെ വേണമെങ്കിൽ വായിക്കാം. ബുക്കുള്ളവർക്ക് നോക്കാം. ഇതിലെഴുതിയിട്ടുള്ളത് തന്നെയാണ്. ബ്രാഹ്മണോസ്യ മുഖാമാസീത് ബാഹു രാജന്യഃ കൃതഃ ഊരു തദസ്യ യത് വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം, 9ാമത്തെ ശ്ലോകം നോക്കാം. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗുണോസ്തി കുലാനി ശൈല നാട്യസരിൽ സമുദയസ്തരവശ്ചരോമ ജിയാദിദം വപുരനിർവചനീയമീശ. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യസരിൽ സമുദയസ്തരവശ്ചരോമ ജിയാദിദം വപുരനിർവചനീയമീശ. വപുഹു അനിർവചനീയം ഈശ, അതാണ് വപുരനിർവചനീയം ഈശ എന്ന് പറഞ്ഞിരിക്കുന്നത്. സംസാരചക്രം ഐ ചക്രധര ക്രിയാഹ തേ ക്രിയാസ്തേ ക്രിയാഹ തേ ക്രിയാസ്തേ. വീര്യം മഹാസുരഗണോസ്ഥി കുലാനി മഹാസുരഗണഃ അസ്ഥി കുലാനി ശൈലാഹ നാഡ്യഃ സരിൽ സമുദയഃ രോമ തരവഃ ച ഹേ ഈശ അനിർവചനീയം ഇദം വപുഹു ജിയാത്. ഇത്രയാണ് ഇതിലെ വാക്കുകൾ. ഇനി ഐ ചക്രധര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഐ ചക്രധര എന്ന് പറഞ്ഞാൽ അല്ലയോ ചക്രായുധനായ ഭഗവാനെ, ചക്രം ധരിച്ചിട്ടുള്ളവനാണ്, ചക്രായുധനാണ്. ആ ചക്രായുധനായ ഭഗവാൻ ആരാണ് ചക്രം ധരിച്ചിട്ടുള്ള? ഇവിടെ വിരാട് പുരുഷനായി നമ്മൾ കാണുന്നത് ആരെയാണ്? ഭഗവാൻ ഗുരുവായൂരപ്പനെ, അതായത് മഹാവിഷ്ണുവിനെയല്ലേ ചക്രം ധരിച്ച് നമ്മൾ കാണുന്നത്. എപ്പോഴും കയ്യിൽ കാണൂലേ ആ ചക്രം. അവിടുത്തെ ആ ചക്രായുധനായ ഭഗവാനെ, അവിടുത്തെ ആ ചക്രം സംസാര ചക്രം, അവിടുത്തെ വ്യാപാരങ്ങൾ സംസാര ചക്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംസാര ചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് എന്ത് ചെയ്താലും അത് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയാണ്. അതായത് അനുസ്യൂതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ പ്രവൃത്തികളാണത്, ക്രിയകളാണ്, കർമ്മങ്ങളാണ്. നാം അതുപോലെ തന്നെ ഭഗവാന്റെ ആ ചലനം കൊണ്ടല്ലേ നമ്മളും ചലിക്കുന്നത്. നമ്മളുടെ കർമ്മങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ കർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതാണ് സംസാരചക്രം. സംസാരത്തിലെ ജീവജാലങ്ങളുടെ എല്ലാം ക്രിയകൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ക്രിയയാണ്, കർമ്മമാണ്. അതുപോലെ തന്നെ വീര്യം മഹാസുരഗണോസ്ഥി കുലാനി ശൈല. വീര്യം മഹാസുരഗണോ എന്ന് പറഞ്ഞിരിക്കുന്നു. മഹാസുരഗണ. വീര്യം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പരാക്രമത്തെയാണ്. അവിടുത്തെ വീര്യം, അവിടുത്തെ പരാക്രമം എന്ന് പറഞ്ഞാൽ അസുരഗണം, അതുല പരാക്രമത്തോടുകൂടിയ അസുരന്മാരാണ്. നമുക്കറിയാം അസുരന്മാർ ആരാണെന്ന് എന്താണെന്ന്. എപ്പോഴും ദേവന്മാരുടെ ശത്രുക്കളായിട്ടാണ് അസുരന്മാരെ ഗണിച്ചിട്ടുള്ളതല്ലേ. ആ അസുരന്മാരാണ് അവിടുത്തെ ഈ വീര്യം എന്ന് പറയുന്നത്, പരാക്രമം. ആ വിരാട് പുരുഷൻ്റെ പരാക്രമം എന്ന് പറയുന്നത് ഈ അസുരഗണങ്ങളാണ്. അതുപോലെ തന്നെ അസ്ഥികുലാനി ശൈലാഹ. ആ വിരാട് പുരുഷൻ്റെ അസ്ഥികൾ എന്ന് പറയുന്നതോ ശൈലം പർവ്വതമാണ്. ശൈലാഹ പർവ്വതങ്ങൾ. അവിടുത്തെ അസ്ഥികൾ പർവ്വതങ്ങളാകുന്നു. അതുപോലെ സരിത് സമുദയസ്തരവശ്ചരോമഃ. ഇനി നാഡ്യ എന്ന് പറഞ്ഞാൽ നാഡികളാണ്, രക്തധമനികൾ. സരിത് സമുദയ. സരിത്ത് എന്ന് പറഞ്ഞാൽ സരിത, നദികളാണ്. സമുദയ കൂട്ടങ്ങൾ, പുഴകളുടെ കൂട്ടമാണ് ഈ ലോകം. ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ നദികളുമാണ് അവിടുത്തെ ശരീരത്തിലൂടെ ഒഴുകുന്ന നാഡികൾ, രക്തധമനികൾ. അവിടുത്തെ നാഡികളാകുന്നു പുഴകൾ, പുഴകളുടെ കൂട്ടം. അതുപോലെ തന്നെ രോമ തരവഹ ച എന്ന് പറഞ്ഞു. തരവഹ എന്ന് പറഞ്ഞാൽ തരുക്കൾ. തരു വൃക്ഷത്തിൻ്റെ പര്യായപദമാണെന്ന് നമുക്കറിയാം. തരവഹ എന്ന് പറഞ്ഞിരിക്കുന്നത് മരങ്ങൾ. അവിടുത്തെ ആ ശരീരത്തിലുള്ള ഓരോ രോമങ്ങളും ഓരോ മരങ്ങളാണ്. അപ്പോൾ തരവഹ ച എന്ന് പറഞ്ഞാൽ അവിടുത്തെ രോമങ്ങൾ മരങ്ങളുമാകുന്നു, നാഡികൾ പുഴകളാകുന്നു,
ശരീരത്തിലെ രോമങ്ങൾ മരങ്ങളാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഹേ ഈശ, ഈ ഈശ എന്ന് പറഞ്ഞിരിക്കുന്ന ഭരിക്കുന്നതിൽ ശ്രേഷ്ഠനായ ഹേ ഭഗവാനെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇതം തവ വപുഹു, ഇതം തവ വപുഹു എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അവിടുത്തെ ശരീരം, വപുഹു വപുസ് ശരീരമാണ്, ഇപ്രകാരം അവിടുത്തെ ശരീരം ഇങ്ങനെ സദ്വോത്കർഷേണ വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകാരത്തിലും ഉത്തരോത്തരം വിജയിക്കട്ടെ. ഇതം ജിയാത്, ആ ശരീരം എപ്രകാരമെന്ന് വിവരിക്കുക അസാധ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതുവരെ വായിച്ചു. അതായത് ഇവിടെ അവിടുത്തെ സംസാരചക്രമായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കർമ്മങ്ങളാണ് സംസാരചക്രം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ അവിടുത്തെ ഈ ചക്രം, അതായത് ഇവിടെ കറങ്ങുന്നത്, സംസാരചക്രം കറങ്ങുന്നത് അവിടുത്തെ ക്രിയകൾ അല്ലെങ്കിൽ കർമ്മങ്ങളാലാണ്. നമ്മളെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നതും കർമ്മം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടുത്തെ വീര്യം, അതായത് പരാക്രമം എന്ന് പറയുന്നത് അസുരഗണങ്ങളാണ്. അതുപോലെ അവിടുത്തെ അസ്ഥികൾ, അസ്ഥികുലാനി ശൈലാഹ, അസ്ഥികൾ പർവ്വതങ്ങളാകുന്നു. അവിടുത്തെ രക്തധമനികൾ അല്ലെങ്കിൽ നാഡികൾ പുഴകളാകുന്നു. അതുപോലെ രോമങ്ങളാകട്ടെ മരങ്ങളാകുന്നു, വൃക്ഷങ്ങളാകുന്നു. ആ ഈശ്വരനോട് പറയാണ്, ഹേ ഈശ, അവിടുന്ന് ഭരിക്കുന്നതിൽ ശ്രേഷ്ഠനായ ഹേ ഭഗവാനെ, ഇതം തവ വപുഹു, അവിടുത്തെ ഈ ശരീരം ഇങ്ങനെ ഒന്നിനൊന്ന് വിജയിക്കട്ടെ, മേൽക്കുമേൽ വിജയിക്കട്ടെ എന്ന്. എന്തുകൊണ്ടാണെന്നറിയാവോ? ആ ശരീരം എപ്രകാരമാണെന്ന് വിവരിക്കുക അസാധ്യമാണ്. അവിടുത്തെ ക്രിയകൾ സംസാരചക്രവും അതുപോലെ പരാക്രമം വമ്പിച്ച അസുരഗണങ്ങളും അതുപോലെ തന്നെ അസ്ഥികൾ പർവ്വതങ്ങളും നാഡികൾ പുഴകളും അതുപോലെ രോമങ്ങളാകട്ടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മരങ്ങളുമാകുന്നു. അവിടുത്തെ ശരീരം ഇങ്ങനെ വർണ്ണിക്കുക എന്നുള്ളത് അനിർവചനീയം, നിർവചനത്തിന് അതീതമാണ്, നിർവചിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അനിർവചനീയം ഈശ എന്ന് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതോടുകൂടി ഒരു 9ാമത്തെ ഇതിവിടെ ഒരു ശ്ലോകം കൂടെ ഉണ്ട്. 10ാമത്തെ ശ്ലോകം. ഈ ദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഈ ദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഇവിടെ ഇത് 10ാമത്തെ ശ്ലോകമാണ്. ഈ മുകളിൽ പറഞ്ഞ 9 ശ്ലോകങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് അതിനെയെല്ലാം സമർത്ഥിച്ച് പ്രാർത്ഥനയോടുകൂടി ഈ ശ്ലോകം, ഇവിടെ ഈ ദശകം, ഈ ശ്ലോകത്തോടുകൂടി ഈ ദശകം അവസാനിപ്പിക്കുകയാണ് മേൽപ്പത്തൂര്. അതായത് ഈദൃഗ് ജഗന്മയ വപുഹു, വാക്കുകൾ നോക്കുക. കർമ്മഭാജാം, കർമാവസാന സമയേ സ്മരണീയം ആഹുഹു ഹേ വാതാലയാധിപ തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനെ തേ നമഃ അസ്തു ത്വമേ എന്നാണ്. രോഗാൻ നിരുന്ധി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇങ്ങനെയെല്ലാം ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിരാട് പുരുഷൻ്റെ ഓരോ അംശങ്ങളെയും നമ്മൾ ഓരോ ദേവതമാരായിട്ടും എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ ഈ വിശ്വരൂപം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് കർമാനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറയുന്നു എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. അതായത് അവിടുത്തെ വിരാട് സ്വരൂപം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നവർ, നമ്മളെല്ലാം കർമ്മം ചെയ്യും. എന്ത് കർമ്മം ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും, അതായത് ഈ കർമാവസാന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മരണസമയത്ത് വേണമെങ്കിൽ കൂട്ടാം ഇവിടെ. പക്ഷേ സ്മരണീയമാകൂ എന്ന് പറഞ്ഞാൽ സ്മരിക്കണം, കർമ്മം പൂർത്തിയാകുമ്പോൾ ഭഗവാന്റെ ഈ വിരാട് സ്വരൂപം ദർശിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനം ഒരു ആപ്തവാക്യം കൊടുത്തിട്ടുണ്ട്. വിശ്വരൂപം ഭഗവതോ ധ്യായേത് പരമമംഗളം. യാത്രാകാലെ എപ്പോഴൊക്കെ സ്മരിക്കണമെന്നാണ്. യാത്രാകാലെ ജപേ ഹോമേ ആപത്കാലെ വിശേഷതഃ. യാത്ര പുറപ്പെടുമ്പോൾ, അതായത് ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു ശ്ലോകമുണ്ട്. അതിൽ ഓരോ സമയത്തും ഭഗവാന്റെ നാമം ജപിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? 16 നാമങ്ങൾ കൊടുത്തിട്ടത് ജപിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. യാത്രാകാലെ
ജപേ ഹോമേ ആപത്കാലേ വിശേഷത എന്ന് പറഞ്ഞ്, വിശേഷത എന്ന് പറഞ്ഞാൽ വിശേഷിച്ചും, യാത്ര പോകുമ്പോൾ, ജപിക്കുമ്പോൾ, ഹോമം ചെയ്യുമ്പോൾ, ആപത്കാലേ എന്ന് പറഞ്ഞാൽ ആപത്കാലത്ത്, ഇങ്ങനെ എപ്പോഴൊക്കെ ഭഗവാന്റെ നാമം സ്മരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളെല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിക്കുന്നവരല്ലേ. അപ്പോൾ ഇത് അറിവുള്ളവർ പറയുന്നതാണ് എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. ഹേ ഗുരുവായൂരപ്പ, ആ വിരാട് ശരീരത്തിൻ്റെ, അതായത് അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാന്റെ, വിരാട് രൂപനായിരിക്കുന്ന നിർമ്മലനായ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞാണ് ഈ ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിരുന്ധി രോഗാന്യൻ്റെ രോഗങ്ങളെയെല്ലാം നീക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അന്തര്യാമിയായ ഭഗവാനെ, നിർമ്മലനായ നിരുവടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട്. ഈ ദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. വാതാലയ അധിപ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ വാക്കുകളെല്ലാം. വാതാലയം എന്ന് പറഞ്ഞാൽ ഇവിടെ വാദം ആലയം, ഗുരുവായൂരപ്പ എന്നും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാറ്റുണ്ട്, പ്രാണനുണ്ട്. ആ പ്രാണത്തിൻ്റെ അധിപൻ നമ്മൾ. ആ വേണമെങ്കിൽ ഇവിടെ മേൽപ്പത്തൂരിന് വാതരോഗം ഉള്ളതുണ്ട്. വാതരോഗങ്ങളുടെ ആലയമായ എൻ്റെ ശരീരത്തിൻ്റെ നാഥ എന്ന് വേണമെങ്കിലും എടുക്കാം. നമോസ്തു നിരുന്ധിരോഗാൻ, ഇവിടെ എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്നാണ് അവസാനം പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഈദൃക് ജഗന്മയ എന്ന് പറഞ്ഞാൽ ജഗന്മയമാണ് അവിടുത്തെ ഭഗവാൻ. അവിടെ ജഗന്മയമാണ്, ജഗത്താണ്. ആ വിരാട് സ്വരൂപം ജഗത്ത്, ലോകമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ലോകം നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ഈ ശരീരം, വപുസ്തവ, തവ വപുഹു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ശരീരം, ഈ പ്രകാരമുള്ള ശരീരം, കർമ്മഭാജാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കർമ്മം ചെയ്യുന്ന സമയത്ത്, കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നവർക്ക്, ആ കർമാനുഷ്ഠാനത്തിൻ്റെ സമയത്തോ അതല്ലെങ്കിൽ അത് അവസാനിക്കുമ്പോഴോ സ്മരിക്കേണ്ടത്, അതായത് ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറയുന്നു. ആഹു എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്, സ്മരണീയമാഹു, ആപ്തന്മാർ പറഞ്ഞിരിക്കുന്നു എന്നാണ്. തസ്യാന്തരാത്മവപുഷേ, തസ്യ അവിടുന്ന് അന്തരാത്മവപുഷാണ്. അന്തരാത്മവപുഷ എന്ന് പറഞ്ഞാൽ അന്തര്യാമിയാണ് ഭഗവാൻ. ഇങ്ങനെയുള്ള ശരീരത്തോടുകൂടിയ അവിടുന്ന് അന്തര്യാമി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനാണ്. നമ്മുടെ ഈ ലോകത്തിലുള്ള, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ, വിമലാത്മൻ എന്ന് പറഞ്ഞാൽ നിർമ്മലാത്മനായ ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം. അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നീക്കുമാറാക്കണേ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമുക്കും ഗുരുവായൂരപ്പനോട് നന്ദി പറഞ്ഞ് നമുക്കും അവസാനിപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ ശ്രീ പാഹി മാം പാഹി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു. നമസ്തേ നമസ്തേ ഗദാചക്രവാണേ. നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ. സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. ഹരി ഓം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.